ഏവർക്കും നമസ്കാരം. സുഖകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സുസ്ഥിര ജീവന സുസ്ഥിര ജീവനത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ ഒരു പരമ്പരയില് നമ്മള് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസാരിച്ചു വന്നിരുന്നത് എന്നുള്ള ഈ ഒരു പരമ്പരയിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നത് ഒരു സുസ്ഥിര ജ്ഞാനം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം വേണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോ അതില് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മിനിറ്റ് എങ്ങനെയാണ് സുസ്ഥിര സമൂഹത്തിന്റെ വിപുലീകരണം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ലോക നിലവാരം ഐക്യരാഷ്ട്ര സംഘടന മുൻപോട്ട് വച്ചിട്ടുണ്ട്. ആ നിലവാരത്തോട് പൊരുത്തമാകേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. അപ്പൊ അതിൽ ഇവിടെ ഇങ്ങനെയാണ്: coping with SDG is the right to synchronize with authoritarianism. എന്താണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളോട് പൊരുത്തമാകുന്നത്? ആഗോള സാമ്പത്തിക ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന കാർബൺ അധിഷ്ഠിത സാമ്പത്തിക വികസന മാതൃകയെ നിലനിർത്താനായി ഐക്യരാഷ്ട്ര സംഘടനയും അനുബന്ധ പ്രസ്ഥാനങ്ങളും ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ച 17 വകുപ്പുകളുള്ള ഒരു വികസന മാതൃകയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. വികസനം അനന്തരേഖീയതയും സുസ്ഥിരത അനന്ത ചാക്രികതയുമായിരിക്കുമ്പോൾ സുസ്ഥിര വികസനം എന്നത് ഒരു വിരോധാഭാസമായ തമാശയാണെന്ന് ഒളിമ്പസിന്റെ സുസ്ഥിര ജീവന മർമ്മങ്ങൾക്ക് അറിയാം. ലോകത്തെ മുഴുവൻ അധർമ്മമായും ഉൽപ്പന്നമായും വിപണിയായും കാണുന്ന ഒരു ഏകീകൃത ഭരണക്രമത്തെ പിന്തുടർന്നുകൊണ്ടാണ് നിലവിലുള്ള ഓരോ രാഷ്ട്രവും ഈ വികസന മാതൃകയെ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രങ്ങൾ ഭാഗഭാക്കാകുന്ന ആഗോള സാമ്പത്തിക കരാറുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രതീത ലക്ഷ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടല്ലാതെ ഇക്കോ വില്ലേജ് പോലുള്ള ഏതൊരു ധാർമ്മിക വ്യവസ്ഥയ്ക്കും വർത്തമാനകാലത്ത് മുൻപോട്ട് പോകുവാനാകില്ല. ഇതേസമയം ഇവർ മുൻപോട്ട് വയ്ക്കുന്ന 11ാം വകുപ്പ് പ്രകാരം സുസ്ഥിര നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും സ്ഥാപനം എന്നത് ഒളിമ്പസിനെ ആധാരമാക്കുന്ന സുസ്ഥിര ജീവന സമൂഹങ്ങൾക്ക് പിന്തുടരാവുന്നതുമാണ്. ഒളിമ്പസിന്റെ സുസ്ഥിര ജീവന മാതൃകകൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടന മുൻപോട്ട് വയ്ക്കുന്ന ഇതര ലക്ഷ്യങ്ങളെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ പരോക്ഷമായി സാധൂകരിക്കുകയും ചെയ്യും. ഇങ്ങനെ സുസ്ഥിര ജീവന ലക്ഷ്യങ്ങളോട് ഉരുവാകാതെ അനുരൂപമാകേണ്ടത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഈ ആഗോള സാമ്പത്തിക ശക്തികളാണ് മുൻപോട്ട് വയ്ക്കുന്നത്. സുസ്ഥിര ജീവനം എന്നുള്ളത് ഒരു വിഷയമായി മാറിയിട്ടുണ്ടെന്നത് എല്ലാവർക്കും അറിയാം. സുസ്ഥിര ജീവനം നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ സുസ്ഥിര ജീവനത്തിന് വേണ്ട റിസോഴ്സസ്, ആ റിസോഴ്സ് മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതും ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കാർബൺ ടാക്സ് പോലുള്ള ആശയങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോ അവർ മുൻപോട്ട് വയ്ക്കുന്ന കാർബൺ അധിഷ്ഠിത സാമ്പത്തിക വികസന മാതൃകയുണ്ടല്ലോ, അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് അവർ ഓട്ടോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള അനുബന്ധ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ മുൻപോട്ട് വച്ചിട്ടുള്ള ഒരു 17 വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ നോ പോവർട്ടി, ദാരിദ്ര്യമില്ലായ്ക, എല്ലാവർക്കും ഭക്ഷണം എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. അതില് 11ാമത്തെ ക്ലോസ് ആണ് സസ്റ്റൈനബിൾ സിറ്റി, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്.
അപ്പോ ഈ പറയുന്ന 17 ഗോളുകൾ ഉണ്ടല്ലോ, 17 ഗോളുകളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന രീതിയിൽ എല്ലാ രാഷ്ട്രങ്ങളെ കൊണ്ടും അംഗീകരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ രാഷ്ട്രങ്ങൾക്കും അതിനകത്ത് പ്രത്യേകിച്ചും ഈ നമ്മൾ ഈ ആഗോള സാമ്പത്തിക കരാറുകളുടെ ഭാഗമായിട്ട് നമ്മൾ ലോകത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ലോകത്തെ കണക്ട് ചെയ്ത് ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ സാമ്പത്തിക നയങ്ങളുടെ പുറത്താണ്, സാമ്പത്തിക എഗ്രിമെന്റുകളുടെ പുറത്താണ് ഈ ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ മുൻപോട്ട് വയ്ക്കുന്ന ആ ഒരു നിയമത്തെ അംഗീകരിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ബാധ്യസ്ഥമായി തന്നെ ലോകബാങ്കിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ള ആഗോള കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുള്ള മുഴുവൻ ആളുകൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ അതിനെ ഫോളോ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമായി തീർന്നിട്ടുണ്ട്. അപ്പോ ഈ സുസ്ഥിര വികസനങ്ങൾ എന്നുള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത് അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ വികസനം എന്ന് പറയുന്നത് അനന്തരേഖീയതയാണെന്നാണ് ഇവരെല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തമായിട്ട് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വികസനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് സൈസ് റൈറ്റ്നെസ് അല്ലെങ്കിൽ വളർച്ചാ പരിധി എന്നൊരു കാര്യം ഉണ്ടെന്ന് ആരും വെളിയിൽ പറയാറില്ല. വളർച്ചാ പരിധി എന്നൊരു കാര്യം അത് ബയോളജിക്കലി, ബയോളജി അറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ബയോളജിക്കലി അതിനൊരു ലിമിറ്റ് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാൻ പ്രകൃതി അനുവദിക്കില്ല. അപ്പോ വികസനം എന്നാണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ആ അനന്ത എന്താ പറയാ വികാസം ഉണ്ടാകുന്ന ഒരു കാര്യം എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അനന്തമായ രേഖീയമായിട്ടുള്ള ഒരു വികാസമാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ സുസ്ഥിരത എന്ന് പറയുന്ന സംഭവം എന്താ? സുസ്ഥിരതയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് അനന്ത ചാക്രികതയാണ്, ആവർത്തിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഒരു കോൺട്രറി ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള, വിരോധാഭാസമായിട്ടുള്ള തമാശയാണ് അല്ലെ. ആരോ നമ്മുടെ തലയിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഗിമ്മിക്കാണ് ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഒളിമ്പസിന്റെ മർമ്മങ്ങൾക്കറിയാം, ഒളിമ്പസിന്റെ വഴി അല്ലെങ്കിൽ ഈ ഏതാണ്ട് ഇതിന് സമാന ധാരയിലൂടെ പോകുന്ന ആളുകൾക്കറിയാം ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ഗിമ്മിക്കാണ് എന്നുള്ളത്. പക്ഷേ ലോകത്തെ മുഴുവൻ അധർമ്മമായും ഉൽപ്പന്നമായും വിപണിയായും കാണുന്ന ഒരു ഏകീകൃത ഭരണം ആണ് ഇന്ന് ഇവിടെയുള്ളത് അല്ലെ. ധാർമ്മികമായിട്ടല്ല, അവരുടെ ലാഭത്തിനനുസരിച്ച്, ലാഭകാര്യങ്ങൾക്കനുസരിച്ചാണ് ലോകക്രമത്തെ മുഴുവൻ മുൻപോട്ട് പോകുന്നത്. ലോകത്തെ മുഴുവൻ നമ്മുടെ നാടിനെ പോലും നമ്മളെ പെറ്റതാണെന്ന് പറയുമ്പോൾ അമ്മയെ പോലെയാണെന്ന് പറയുന്നത്. അതിനെ വിറ്റ് എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരും കരുതുന്നത്. നമ്മുടെ തറവാടിനെ വിറ്റിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്ത് വിറ്റിട്ട് അതിൽ നിന്നും ലാഭമുണ്ടാക്കി എങ്ങനെ പുതിയ ലോകത്ത് ക്രമപ്പെടാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനെ ഈ ഭൂമിയെ ഒരു വിപണിയായി കാണുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഏകീകൃത ഭരണത്തെ പിന്തുടർന്നുകൊണ്ടാണ് നിലവിലുള്ള ഓരോ രാഷ്ട്രവും ഈ വികസന മാതൃകയെ പിന്തുടരുന്നത് അല്ലെ. നമ്മുടെ നാടിനെ വിറ്റാലും കുഴപ്പമില്ല, നമ്മൾ ആ വികസന മാതൃകയ്ക്ക് അനുസരിച്ച് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് വെളിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ രാഷ്ട്രങ്ങൾ ഭാഗവാക്കാകുന്ന ആഗോള സാമ്പത്തിക കരാറുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രതീത ലക്ഷ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടല്ലാതെ ആർക്കും മുൻപോട്ട് പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രത്തിന് മുൻപോട്ട് കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും ഇതിൽ നല്ല കരാറുകളെല്ലാം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ആഗോള സാമ്പത്തിക ശക്തികൾ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു പ്രഹേളികയാണ്, വല്ലാത്തൊരു ഒരു പരിമിതിയാണ്. അപ്പോ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവര് മുൻപോട്ട് വയ്ക്കുന്ന ആ ഒരു സംവിധാനത്തെ അംഗീകരിക്കാതെ ഇക്കോ വില്ലേജുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതായത് രാഷ്ട്രത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ രാഷ്ട്രങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് ആ രാഷ്ട്രത്തിന്റെ ഭൂപരിധിയിൽ അനുസരിച്ച് ജീവിച്ചു പോകുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും കൂട്ടായ്മയായിട്ടുള്ള ഇക്കോ വില്ലേജുകൾക്കും ഇതിനെ പാലിക്കാതെ മുൻപോട്ട് പോകാൻ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് വല്ലാത്തൊരു ചാലഞ്ച്. ഇവർ മുൻപോട്ട് വയ്ക്കുന്ന 11ാമത്തെ വകുപ്പ് പ്രകാരം നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും
സ്ഥാപനം എന്നുള്ളത് ഒരു അവസ്ഥയുണ്ട്. സുസ്ഥിര വികസക എന്നുള്ള രൂപത്തിൽ അവർ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സിറ്റീസ് എന്നുള്ളത്. സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന രൂപത്തിലും നിയമങ്ങൾ നമുക്ക് അനുകൂലിച്ചു വരും. ഇന്ത്യയിൽ അത് വളരെ ഉണ്ടായി കഴിഞ്ഞു. ഓറോവിൽ ഫൗണ്ടേഷൻ ആക്ട് എന്നുള്ള ഒരു നിയമപ്രകാരം ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ട് ഓറോവിലിനെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം മുമ്പോട്ട് വെച്ചു. നമുക്ക് ഇത് ഗുണകരമാണ്. എന്നുവെച്ചാൽ ഭാരതത്തിൽ ഈ ഗുണകരമാണ്. ഇതുപോലെ പല രാജ്യങ്ങളിലും പലതരം നിയമങ്ങളും ഒക്കെ ഉണ്ട്. എന്താണെങ്കിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഭാഗമായിട്ട് ഈ ഒരു ക്ലോസ് അവിടെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ക്ലോസ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ പോലുള്ള ഇക്കോ വില്ലേജുകൾക്കും സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികൾക്കും ഒക്കെ തന്നെ ഈ നിയമത്തെ മുമ്പോട്ട് പോകാം. അതായത് ഐക്യരാഷ്ട്ര സംഘടനയും ലോക സാമ്പത്തിക ശക്തികളും ഈ അതോറിറ്ററിസം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകാതെ കോൺഫ്ലിക്റ്റഡായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഈ 11ാമത്തെ ക്ലോസ് ആയിട്ടുള്ള സുസ്ഥിര നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും സ്ഥാപനം എന്നുള്ള കാര്യത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ആ ഒരു കാര്യത്തെ സമഗ്രമായി നടപ്പിലാക്കിയാൽ ബാക്കി 16 കാര്യങ്ങൾ. കാരണം ഈ 16 കാര്യങ്ങളെ കുറിച്ച് ഇവര് പറയുന്ന അതായത് ഉദാഹരണത്തിന് പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് നോ പോവർട്ടി എന്നാണ്. പോവർട്ടി ഇറാഡിക്കേഷൻ എന്നുള്ളതല്ല, നോ പോവർട്ടി എന്നുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. സുസ്ഥിര നഗര പോവർട്ടി ജലത്തിന്റെ താഴെയുള്ള ജീവികളുടെ സംരക്ഷണം നടത്തും. സുസ്ഥിര നഗരങ്ങളാണ് ഉണ്ടാവുന്നെങ്കിൽ ഈ സമുദ്രത്തിലുള്ള ജീവികളുടെ സംരക്ഷണം നടത്തും. അപ്പൊ എല്ലാ വിധത്തിലും അത് നടപ്പിലാക്കാവുന്നതാണ് ഉണ്ടാവുന്നത്. ഒളിമ്പസിന്റെ സുസ്ഥിര ജീവന മാതൃക നടപ്പാക്കുമ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടന മുൻപോട്ട് വയ്ക്കുന്ന ഇതര ലക്ഷ്യങ്ങളെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ പരോക്ഷമായി സാധൂകരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ സുസ്ഥിര ജീവന ലക്ഷ്യങ്ങളോട് ഇഴചേർന്നുകൊണ്ടാണ് നാം ആധുനിക ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാതെ അനുരൂപമാകേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രതിരോധമല്ല നമ്മളുടെ വഴി. പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളോട് പ്രതിരോധിക്കാൻ നമ്മൾ എന്തിനെ പ്രതിരോധിക്കുന്നു? അതിശക്തിയാവും. അതിശക്തിപ്പെടുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന നയം നമുക്ക് സ്വീകാര്യമല്ല. അങ്ങനെയാകരുത്. അതിന് പകരമായിട്ട് നമുക്ക് വളരെ കൃത്യമായി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ള ഒരു ലോക ഐക്യരാഷ്ട്ര സംഘടന മുമ്പോട്ട് വേൾഡ് ഇക്കോണമിക് ഫോറം മുമ്പോട്ട് വയ്ക്കുന്ന ആ ഒരു കാര്യത്തോട് ചേർന്നുകൊണ്ട് തന്നെ അതുകൂടെ അനുകൂലപ്പെട്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ബോധ്യം സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു ബോധ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇതിനിടയിൽ വന്നു ചേർന്ന എല്ലാ തടസ്സങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.